ഹായ് സ്വീസ് ഹോം അക്കാഡമിയിലെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെഷീനിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇത് നോർമൽ മെഷീനാണ്, ചവിട്ടുന്ന മെഷീന്. ഈ ചവിട്ടുന്ന മെഷീനിൽ എന്തെല്ലാം എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിൽ സൈഡിലൊരു നൂലുണ്ടാവും. ഇത് മുകളിലെ വീലാണ്. ഇത് താഴോട്ട് ഉള്ള വീലാണ്. ഇതിൽ രണ്ടിലേക്ക് നൂല് അറ്റാച്ച് ഉണ്ട്. ആ നൂല് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എന്ന് പറയാം. ഇതിപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ റിമൂവ് ചെയ്തു. ഇനി ഇതിനെ എങ്ങനെ ഇടുന്നെന്ന് കാണിക്കും. ഈ നൂലിനെ രണ്ട് വീലിലേക്കും കറക്റ്റായിട്ട് ഇടണം. പിന്നെ ഇവിടെ പിടിച്ച് ആ സൈഡിൽ നിന്ന് ടൈറ്റായിട്ട് വീലിൻ്റെ അടിയിലേക്ക് ഇട്ട് ടൈറ്റായിട്ട് വലിച്ചിട്ട് ഇതിനെ ഫിക്സ് ചെയ്യണം. ഈ വീലിൻ്റെ ഉള്ളിലേക്ക് വീഴണം. പിന്നെ മുകളിൽ ഇതുപോലെ ഉണ്ടാവണം. അപ്പോൾ ഇത് ഫിക്സായി. ഈ രണ്ട് കാര്യം ഫിക്സായി. ഇനി ഞങ്ങൾ നൂലെങ്ങനെ ഇടുന്നതെന്ന് കാണിച്ച് തരാം. ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടേക്ക് ഇട്ട് പിന്നെ താഴോട്ട് കൊണ്ടുപോയി താഴെയുള്ള ആ റൗണ്ടിലേക്ക് ഇട്ടു. അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. പിന്നെ ഈ ഹോളിലേക്ക് നൂലിട്ടു. ഈ സൈഡിൽ വലിച്ച് നെക്സ്റ്റ് ഇവിടെ ഇട്ടു. പിന്നെ താഴെ ഒരു ഹുക്ക് പോലെയുണ്ട്. സൂചിൻ്റെ അടുത്ത് ഇതൊരു ഹുക്ക് പോലെയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നൂലിടണം. ഇതിട്ടു. പിന്നെ ഞങ്ങൾ നൂലിടുമ്പോൾ നമ്മുടെ നൂലിൻ്റെ സൂചിയെ മേൽ കൊണ്ടുവരണം. വീൽ തിരിച്ച് മേൽ കൊണ്ടുവന്ന് സൂചിക്ക് നൂലിടുമ്പോൾ നൂലിനെ പോയിൻ്റ് ക്ലിയർ ചെയ്യണം. കത്രികയിൽ പോയിൻ്റ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പിന്നെ സൂചിയിലേക്ക് ഇടണം. സൂചിയിലേക്കിടുമ്പോൾ നോക്കാം എങ്ങനെ ഇടുന്നതെന്ന്. സൂചിയിലേക്ക് ഇട്ടു. ഇങ്ങനെ ഇട്ടു. ഇനി നൂലിനെ വിട്ടു. ഇന്ന് ബോബിൻ എങ്ങനെയെന്ന് പറയാം. ഇത് ബോബിനാണ്. ഇന്ന് ഈ ബോബിൻ കേസ് ഉണ്ട്. ആ ബോബിൻ കേസിൻ്റെ ഉള്ളിലേക്ക് ഈ ബോബിനെ ഇടണം. ഇത് ബോബിൻ കേസാണ്. ഈ ബോബിൻ കേസിനെ ഇതിൻ്റെ ഉള്ളിലിട്ടു അടിയിലേക്ക് വെക്കണം. ഇതെങ്ങനെ ഇടുന്നത് കാണിക്കാം. ഇങ്ങനെ ഇട്ടു. ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യൂ. പിന്നെ ഇതിനെ അടിഭാഗത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടിഭാഗത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ നോക്കാം. ഈ ഭാഗത്തിലേക്ക് വെക്കണം. ലോക്കായിട്ട് നിൽക്കും. ലോക്കായിട്ട് നിന്ന പിന്നെ അതിൻ്റെ ത്രെഡ് ഉണ്ടല്ലേ, ഈ ത്രെഡിനെ മുകളിലേക്ക് വലിക്കണം. അപ്പോൾ ആ വീല് ഒരു പ്രാവശ്യം തിരിച്ചാൽ തൂസി അടിയിലേക്ക് പോയി നൂല് മേലെ വന്നപ്പോൾ ആ രണ്ട് നൂലിനെയും, മുകളിലുള്ള നൂലും അടിഭാഗത്തിലുള്ള നൂലിനെയും രണ്ടിനെയും ബാക്കിലേക്ക് കൊണ്ടുപോകണം. ഫൂട്ടിൻ്റെ അടിയിലായി ബാക്കിലേക്ക് കൊണ്ടുപോകണം. ബാക്കിലേക്ക് കൊണ്ടുപോയ പിന്നെ സ്റ്റിച്ചിങ് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം, രണ്ട് മെഷീനുണ്ട് പറഞ്ഞാൽ ഇത് ഓർഡിനറി മെഷീനാണ്. ഇത്
നമ്മ സാധാരണക്കാർക്ക് പഠിക്കുന്ന മെഷീനാണ്. സ്റ്റാർട്ടിങ് ബേസിക്കെല്ലാം പഠിച്ചുകൊണ്ട് പോകല്ലേ, അവർക്ക് ഈ മെഷീൻ ബെസ്റ്റാണ്. പിന്നെ വീട്ടിലുള്ള സാധനം ചെറുതായിട്ട് നമ്മുടെ ഓരോരോ ഡ്രസ്സ് സ്റ്റിച്ചിങ് ചെയ്യാൻ ഈ മെഷീൻ ബെസ്റ്റാണ്. പിന്നെ ചവിട്ടാൻ പറ്റാത്തവർക്ക് ഫാഷൻ മേക്കർ മെഷീനുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. വീട്ടിൽ തന്നെയല്ല, വേറെ പുറത്ത് പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റും ആ മെഷീൻ. ഇത് വീട്ടിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാം. 2 മെഷീനുണ്ട്. അത് വേണമെങ്കിൽ അതിൻ്റെയും ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ മെഷീന് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ചെറിയ വിലക്ക് കിട്ടും ഈ മെഷീൻ. അപ്പോൾ ഈ മെഷീന് മേടിച്ചിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സെല്ലാം അടിക്കാം. ഇപ്പോൾ ഈ മെഷീനിൽ ഇന്നൊരു പാർട്ടുണ്ട്, ഇത് കാണിക്കാം. ഇത് മുകളിലുണ്ട് ഈ പാർട്ട്. ഈ മുകളിലുള്ള പാർട്ടിനെ മുകൾ വെച്ചാൽ മുന്നോട്ട് പോകും സ്റ്റിച്ച്. ഇത് ഡൗൺ ആക്കിയാൽ സ്റ്റിച്ച് ബാക്കിലേക്ക് പോകും, ഫ്രണ്ടിലേക്ക് വരില്ല, ബാക്കിലേക്ക് പോകും. പിന്നെ ഇത് സെൻറ്റർ ആക്കിയാൽ ബാക്കും പോവില്ല, ഫ്രണ്ടും വരില്ല, സെൻറ്ററിലേ ഉണ്ടാവും. ഒന്നും അണങ്ങൂല, സ്റ്റിച്ച് അണങ്ങൂല. ഇപ്പോൾ മേലാക്കി ഇനി സ്റ്റിച്ചിങ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇനി ഇന്നർ പാർട്ട് ഫൂട്ട് മേലെ ഡൗണു അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത്. ഇത് ഫൂട്ടാണ്. ഈ ഫൂട്ടിൻ്റെ ഈ പാർട്ടിനെ മേലെ ചെയ്താൽ ഫൂട്ട് മേൽ പോവും. ഇതിനെ ഡൗൺ ചെയ്താൽ ഫൂട്ട് ഡൗൺ ആവും. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞാൻ ഡൗൺ ആക്കും അതിനെ. അപ്പോൾ ബാക്കിലേക്ക് പോവും സ്റ്റിച്ച്. ബാക്കിലേക്ക് പോയാൽ സ്റ്റിച്ച് അടിയിൽ നീട്ടായിട്ട് വരില്ല, ക്ലിയർ ആവില്ല, ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ടിലും ബാക്കിലേക്ക് പോയാൽ സ്റ്റിച്ച് അടിയിൽ നീട്ടായിട്ട് വരില്ല, ക്ലിയർ ആവില്ല, ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ടിലും നന്നായിട്ട് ഉണ്ടാവില്ല. ബാക്ക് ഫ്രണ്ട് പോയാൽ സൂചി കട്ടായിപ്പോവും. ഈ സൂചി കട്ടായിപ്പോവും. ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കുട്ടികളുണ്ടാവുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കും ഫ്രണ്ടും പോയാൽ സൂചി കട്ടായിപ്പോവും. പിന്നെ ഞങ്ങൾ എണീക്കുമ്പോൾ നൂലിനെ പുറത്തെടുക്കണം. സൂചീൻ്റെ നൂലിനെ പുറത്തെടുത്തിട്ട് പോകണം. സ്റ്റിച്ചിങ് ചെയ്ത പിന്നെ പുറത്തെടുത്ത് പോകണം. ഇല്ലെങ്കിൽ ഈ സൂചി കട്ടായിപ്പോവും കുട്ടികൾ ചവിട്ടിയാൽ. ഇനി സെൻറ്ററാക്കി കാണിക്കാം, നടുവിലേക്ക് വെച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡ്രസ്സ് അണങ്ങൂല, കുറച്ച് അണങ്ങും, പക്ഷേ അത് മുന്നോട്ട് പോവില്ല. ഇപ്പോൾ അണങ്ങും. ഞാൻ മേലേക്ക് നന്നായി സ്റ്റിച്ച് ചെയ്തു. ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സംസാരം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കണം. കുറച്ച് ലാംഗ്വേജ്, ഞാൻ കർണാടകക്കാരിയല്ലേ, അങ്ങനെ അതുകൊണ്ടിട്ട് കുറച്ച് ലാംഗ്വേജിൽ ഡിഫറെൻ്റ് ആവും. കുറച്ച് ക്ഷമിക്കണം. ഓക്കെ.
ഇന്നലത്തെ ക്ലാസ്സിൽ സൗണ്ട് കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കണം. അത് കുറച്ച് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് ചെയ്തതാണ്, അതുകൊണ്ടിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചവിട്ടുന്നത് എങ്ങനെയെന്ന് കാണിക്കാം, ചവിട്ടുന്ന പാട്ട് കാണിക്കാം. ആ ചവിട്ടുന്ന പാട്ട് എങ്ങനെയെന്ന് നോക്കാം. ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചവിട്ടണം. നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് ഞങ്ങൾ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ കാല് ഇതുപോലെ വെക്കണം. അപ്പോൾ രണ്ട് കാലും ഒരുപോലെ ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ്ക്ക് മുമ്പ് മേലുള്ള വീലിനെ റൗണ്ടായിട്ട് ഫ്രണ്ടിലേക്ക് തിരിക്കണം. തിരിച്ചിട്ട് പിന്നെ ചവിട്ടണം. അപ്പോൾ മുമ്പ് ചവിട്ടും, റൗണ്ട് തിരിച്ചിട്ട് ഇതുപോലെ ചവിട്ടിച്ച് രണ്ടും ഒരേ ടൈപ്പിൽ ഞങ്ങൾ ചെയ്യണം. രണ്ട് കാലും ഒരുപോലെ വെച്ചിട്ട് ചവിട്ടണം, ഒരുപോലെ വെച്ച് ചവിട്ടണം. ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടൂല, അതിൻ്റെ ഗ്രിപ്പ് കിട്ടൂല. രണ്ട് കാലും ഒന്നായി വെച്ചിട്ട് ചവിട്ടിയാൽ അതിൻ്റെ ഗ്രിപ്പ് ഉണ്ടാവും, സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അത് തിരിയും. രണ്ട് കാല് ഒന്നായി വെച്ചിട്ട് സ്റ്റിച്ചിങ് ചവിട്ടിയാൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എത്രയാണ്? ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇതുപോലെ ഒന്ന് നൂലിടാതെ നിങ്ങൾ കാല് കൊണ്ട് ചവിട്ടിട്ട് നൂലൊന്നും ഇടാതെ. ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഫാഷൻ മേക്കർ മെഷീനാണ്. ഈ ഫാഷൻ മേക്കർ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് ചവിട്ടാതെ കാലിൽ ഇങ്ങനെ ചവിട്ടാതെ കറണ്ട് കൊണ്ടിട്ട് ഇതുപോലത്തെ ഫൂട്ടിൽ ഇതിൻ്റെ ഫൂട്ടാണ്. ഇതിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചെയ്യുന്ന മെഷീനാണ്. ഇത് കറണ്ട് കൊണ്ടിട്ട് ഇതിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ബ്രദർ എന്നാണ്. ഈ മെഷീനിൻ്റെ പേര് ബ്രദറാണ്. ഇതിൻ്റെ മോഡൽ LX27NT. ഇത് വാങ്ങാൻ പറ്റുന്നവർ ഇത് വാങ്ങിയാൽ നല്ലതാണ്. പറഞ്ഞാൽ എവിടേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും ഈ മെഷീനിനെ കൊണ്ടുപോകാം, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാം. നല്ല മെഷീനാണിത്. ഞാനിത് വാങ്ങിയിട്ട് 10 വർഷമായി, 10 ഇയറായി. ഒരു പ്രോബ്ലം വന്നിട്ടില്ല, നല്ല കണ്ടീഷനുണ്ട്. പക്ഷേ ഇതിൽ എന്തെന്നറിയോ, ഇതിൽ എംബ്രോയ്ഡറിങ് സ്റ്റിച്ചസാണ്. ഇതെല്ലാം എംബ്രോയ്ഡറിങ് സ്റ്റിച്ചസാണ്. ഇത് റണ്ണിങ് സ്റ്റിച്ചസാണ്. റണ്ണിങ് നമ്മൾ എല്ലാം ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നല്ലേ, നോർമലായിട്ടെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന നോർമൽ സ്റ്റിച്ചാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഡിസൈൻസാണ്. പിന്നെ ഇതിൽ വേറെ വേറെ ടൈപ്പിൽ സ്റ്റിച്ചിങ് ചെയ്യാം, ഡിസൈൻസ് ചെയ്യാം. എംബ്രോയ്ഡറിങ് കുട്ടികളുടെ ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ എല്ലാം കാര്യം ചെയ്യാൻ പറ്റും ഈ മെഷീനിൽ. ഇത് എടുക്കാം, ഇതിൻ്റെ ആവശ്യമുള്ളവർ ഇത് എടുക്കാം. ഓർഡിനറി മെഷീൻ എടുക്കുന്നവർക്ക് നോർമലായിട്ട് അതും എടുക്കാം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ്, ഇത് സ്റ്റിച്ചിങ് സെറ്റിങ്സ്, സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് എത്ര അടുത്താണെങ്കിൽ അടുത്ത് സ്റ്റിച്ച് ചെയ്യും പോലെ അതിൻ്റെ എല്ലാം അളവ് വെക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ടാണ്. ഇതും വേറെ വേറെ ടൈപ്പ് ഉണ്ട് ഇതും അതേപോലെ. പിന്നെ ഇത് സ്റ്റിച്ചിങ് ലൂസ് ടൈറ്റ് ചെയ്യാനാണ് ഇത്. അതുപോലെ ഇത് മുന്നോട്ടും പിന്നോട്ടും ബാക്ക് ആൻഡ് ഫ്രണ്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് ചെയ്യുന്ന ഇതാണ് ലോക്ക് സ്റ്റിച്ചിടൂല്ലേ, അത് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് നൂലിടുന്ന ഭാഗമാണ്, നൂലിടുന്നതാണ്.
പിന്നെ ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ബോബിൻ കേസ് ഇല്ല. ഇത് ഡയറക്റ്റായിട്ട് ബോബിനെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. ബോബിൻ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ബോബിൻ കേസ് ഇല്ല. ഇത് ഇങ്ങനെ ബോബിൻ ഇടുന്നതാണ്. ഇത് ഡയറക്റ്റായിട്ട് ബോബിനിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മെഷീൻ എടുക്കുമ്പോൾ മെഷീനിൻ്റെ കടയിലുള്ളവർ എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, ഈ മെഷീൻ ഉണ്ടല്ലേ, ഇത് ഹൈ സ്പീഡ് മെഷീനാണ്. ഇത് ജീൻസൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നല്ല എല്ലാ സാധനം സ്റ്റിച്ചിങ് ചെയ്യുന്നവർ എല്ലാം പഠിച്ചിട്ട് നല്ല ഹാർഡ് സ്റ്റിച്ചിങ് ചെയ്യുന്നവരല്ലേ, അവർക്ക് ഇത് ബെസ്റ്റാണ്. പിന്നെ ഇതും ബെസ്റ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ 3 മെഷീനിൻ്റെ കാര്യം കാണിച്ചു. ഇത് ഹൈ സ്പീഡാണ്. ഇതിൽ ഞങ്ങൾക്ക് ഹാർഡായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് എത്രയാണ്. പിന്നെ ഈ മെഷീന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും എടുത്തുകൊണ്ട് പോകാം. പിന്നെ സ്റ്റിച്ചിങ്ങിനും നല്ലതാണ്. ഇതും ഹാർഡ് സ്റ്റിച്ചിങ് ചെയ്യും. ഈ മെഷീനും ഹാർഡ് സ്റ്റിച്ചിങ് ചെയ്യും. ഇതിൽ ബീഡിങ് ചെയ്യാം, പിന്നെ ഓവർലോക്ക് ചെയ്യാം, എല്ലാ ഡിസൈൻസൊക്കെ ചെയ്യാം ഈ മെഷീൻ. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ അയച്ച മെഷീന് അത് ഓർഡിനറി മെഷീനാണ്. അത് ചെറിയ വിലയുള്ള മെഷീനാണ്. ഈ 2 മെഷീനിക്ക് ഇതിനും ഇത് 2 മെഷീനിക്ക് വില കൂടുതലുണ്ട്. 10,000 എബോവ് ഉണ്ട്. 16,000, ഇതിന് 16,000 ഉണ്ട്. ഇതിന് 12,000 ഉണ്ട്. രണ്ടിന് 2 റേറ്റാണ്. അതാണെങ്കിൽ ഞങ്ങൾക്ക് 6,000നും കിട്ടും. അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മെഷീനും കിട്ടും. അതിന് കുറച്ച് വില കുറവുണ്ടാവും മേടിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് ബെസ്റ്റ് മെഷീന് ഞാൻ ഫസ്റ്റ് കാണിച്ച ഓർഡിനറി മെഷീനാണ്. പിന്നെ കാലിൽ ചവിട്ടാൻ പറ്റുന്നില്ല, കാൽവേദന നടുവേദന ഉള്ള ആൾക്കാർക്ക് ഈ മെഷീൻ ബെസ്റ്റാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.